മനുഷ്യർ മറ്റു ജീവികളോട് കാണിക്കുന്ന സമീപനത്തെ ഭൂമി എങ്ങനെ വിലയിരുത്തും? നമുക്ക് പരിശോധിക്കാം. If Earth could speak, would human development be a blessing or a threat? ഭൂമി മനുഷ്യരോട് സംസാരിക്കുകയാണെങ്കിൽ മനുഷ്യരുടെ വികസനം ഭൂമിക്ക് അനുഗ്രഹമാണോ ഭീഷണിയാണോ? മനുഷ്യൻ പ്രകൃതിയെ ഉപയോഗിക്കുന്നത് എത്രത്തോളം ന്യായമാണ്? അതിന് ഒരു പരിധി ഉണ്ടാകണം. മനുഷ്യൻ മറ്റു ജീവികളോട് പെരുമാറുന്ന രീതിയെ ഭൂമി നീതി എന്ന് അംഗീകരിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഭൂമി മനുഷ്യരോട് സംസാരിക്കുകയാണെങ്കിൽ, ഇന്നത്തെ സുഭാഷിതം ഭൂമി നമ്മോട് സംസാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഭൂമിക്ക് നമ്മളോട് പറയാനുള്ളത് എന്നതിനെ കുറിച്ചാണ്. മനുഷ്യരുടെ വികസനം ഭൂമിക്ക് അനുഗ്രഹമാണോ ഭീഷണിയാണോ എന്ന ചോദ്യത്തിന് ഭൂമിക്ക് എന്തായിരിക്കും നമ്മളോട് പറയാനുണ്ടാവുക? നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ഇടപെടലാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പോ ഭൂമിയുടെ കാഴ്ചപ്പാടിൽ ഭൂമി നമ്മളോട് നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് പറയുക എന്നുള്ളതാണ്. അതായത് ഭൂമി സ്വയം പറയുകയാണ്, ഞാൻ ഇവിടെ ഉണ്ടായിട്ടുള്ളത് സകല ജീവികൾക്കുമായിട്ടാണ്. അതായത് എല്ലാ ജീവികൾക്കും വേണ്ടിയിട്ടാണ് ഭൂമി ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന് മനുഷ്യന് മാത്രമായിട്ട്, മനുഷ്യന്റെ താല്പര്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് മറ്റ് ജീവികൾക്കുള്ള വാസസ്ഥാനം ആണ് നഷ്ടമാകുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രവൃത്തികൾ ഇവിടെ മാലിന്യം ഉണ്ടാക്കുന്ന സമയത്ത് അത് മറ്റ് ജീവികളുടെ സുരക്ഷയെയാണ് ബാധിക്കുന്നത്. മറ്റ് ജീവികളുടെ വംശനാശത്തെ ആണ് ഉണ്ടാക്കുന്നത്. അതല്ലാതെ മറ്റു ജീവികളുടെ സുരക്ഷിതത്വം അല്ല ഇവിടെ നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഭൂമിക്ക് അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് പറയുന്ന വ്യവസ്ഥയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കില്ല എന്നുള്ളതാണ്. ഭൂമി പറയുന്നത് ഇത്രയുമാണ്: നിങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുന്നതോ അല്ല ഇവിടെ വിഷയമാകുന്നത്. മറിച്ച് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റ് പരിഷ്കാരങ്ങൾ അത് മറ്റ് ജീവികളുടെ സുഖകരമായ ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു എന്നുള്ളിടത്താണ് അതൊരു ഭീഷണിയായിട്ട് മാറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യർ അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. അതായത് മനുഷ്യനെ മാത്രം കണ്ടുകൊണ്ടുള്ള, മനുഷ്യരുടെ പുരോഗതിയെ അല്ലെങ്കിൽ മനുഷ്യരുടെ സൗകര്യങ്ങളെ മാത്രം കണ്ടുകൊണ്ടുള്ള ജീവിത രീതിയാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതൊരു അനുഗ്രഹമാക്കി എടുക്കണമെങ്കിൽ എല്ലാത്തിലും അടങ്ങിയിട്ടുള്ള മൂല്യം, മനുഷ്യർക്ക് മാത്രമാണ് മൂല്യങ്ങൾ നൽകുന്നത്, അല്ലെ? അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിന് മാത്രമാണ് മൂല്യം നൽകുന്നത്. അതിൽ തന്നെ വേർതിരിവുകളുണ്ട്. മൂല്യം നൽകാത്ത തരത്തില്, താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിലുള്ള എന്നുള്ള തരത്തിൽ മനുഷ്യർക്കിടയിൽ പോലും വേർതിരിവുകൾ ഉണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെ അവഗണിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ജീവികൾക്കും അതിൽ തന്നെ അടങ്ങിയിട്ടുള്ള ഒരു മൂല്യം ഉണ്ട് എന്നുള്ളത്. ഭൂമിയിലെ സർവ്വതിനും ആ മൂല്യം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ മൂല്യത്തെ പരിഗണിക്കാതെ അതിനെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള ഏതൊരു പ്രവൃത്തിയും മനുഷ്യന് അല്ലെങ്കിൽ ഈ ഭൂമിക്ക് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജീവിതത്തിന്റെ നിലനിൽപ്പിനാണ് അത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി എല്ലാത്തിനും മൂല്യമുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭൂമിക്ക് അനുഗ്രഹമാണ്. കാരണം അത്തരം ഒരു മൂല്യം നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും നൽകുന്ന മൂല്യം മറ്റ് ജീവികൾക്കും അല്ലെങ്കിൽ മനുഷ്യരടക്കമുള്ള അതിന്റെ സഹജീവികളോട് കാണിക്കുകയാണെങ്കിൽ, ആ മൂല്യത്തോടു കൂടി അവരോട് പെരുമാറുകയും അവരുടെ നിലനിൽപ്പിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് അനുഗ്രഹമാണ്, ഭൂമിക്ക് അനുഗ്രഹമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതല്ലാതെയുള്ള ഏത് പ്രവൃത്തിയും തീർച്ചയായിട്ടും ഭീഷണിയാണ്. അപ്പൊ മനുഷ്യര് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് പ്രകൃതിക്ക് ചേർന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രകൃതിയെ എല്ലാം എന്ന് മാത്രമല്ല മനുഷ്യരുടെ
കൂടി സുരക്ഷിതത്വമാണ് അവിടെ ഉറപ്പാക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ താൽക്കാലിക സുഖത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സർവ്വ ജീവരാശിക്ക് കൂടിയാണ് അവിടെ ഹിതകരമായി ഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ശ്രദ്ധയോടുകൂടി ഭൂമിയിൽ ഇടപെടുക എന്നുള്ളതാണ് ഭൂമി നമ്മളോട് പറയുന്നത്. മനുഷ്യൻ പ്രകൃതിയെ ഉപയോഗിക്കുന്നത് എത്രത്തോളം ന്യായമാണ്, അതിന് ഒരു പരിധി ഉണ്ടാകണം. മറ്റെല്ലാ ജീവികളും എന്ന് പറയുന്നത് എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ മറ്റു ജീവികളിൽ മാത്രമേ അത് കാണപ്പെടുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ ജീവികളും അവർക്ക് വേണ്ടുന്നത് മാത്രമേ ഇവിടെ നിന്ന് എടുക്കുന്നുള്ളൂ. മനുഷ്യൻ മാത്രമാണ് ഭാവിയെ കരുതി അല്ലെങ്കിൽ തനിക്ക് ഇത്രയും പോരാ എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി വളരെ അധികം, അതായത് തനിക്ക് ആവശ്യമുള്ളതിലും അധികം എടുക്കുന്നത്. ഇങ്ങനെ എടുത്ത് അവിടെ തിരിച്ച് ആ നൽകുക എന്ന് പറയുന്ന, കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതൊരു ജീവിയും അത് ഒരു വൃക്ഷമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മൃഗമായിക്കോട്ടെ, ഏത് ജീവിയെ നമുക്ക് എടുക്കുകയാണെങ്കിലും കാണാൻ കഴിയും, അവര് എടുക്കുന്നതിനനുസരിച്ച്, അതായത് അവരുടെ വളർച്ചയ്ക്കും അവരുടെ വംശവർദ്ധനവിനും അവരുടെ നിലനിൽപ്പിനും വേണ്ടി ഉള്ളത് എടുക്കുന്നതിനനുസരിച്ച് ചുറ്റുപാടിന്റെ നിലനിൽപ്പിനും എന്തെങ്കിലും അവര് സംഭാവന ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളതിനെ ആശ്രയിച്ചുകൂടിയാണ് എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് അവരിവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യര് മാത്രമാണ്, തനിക്ക് മാത്രമാണ് ഇവിടെ എന്തെങ്കിലും ആവശ്യമുള്ളത്, അല്ലെങ്കിൽ തന്റെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഇവിടെ മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഭാവത്തിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ തന്റെ ആവശ്യത്തിലും അധികം എത്രത്തോളം ഉപയോഗിക്കുന്നു അത് തീർച്ചയായും അന്യായം തന്നെയാണ്. ഒരിക്കലും അതിനെ നമുക്ക് നീതീകരിക്കാവുന്നതല്ല. എന്നാൽ തനിക്ക് വേണ്ടത് എടുക്കുകയും മറ്റുള്ളവർക്ക് കൂടി ഇവിടെ ഉള്ളത് നിലനിർത്തുകയും അല്ലെങ്കിൽ അത് അവർക്ക് നൽകുകയും ചെയ്യുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും എന്താണ് ഇവിടെ ന്യായമായിട്ട് തന്നെ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഭൂമി അതിനെ ന്യായമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ എടുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതകാലത്തിനുള്ളിൽ അത് നമ്മൾ നൽകേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ്. നമ്മളിവിടെ ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിക്കുന്നു. കാരണം നമുക്ക് ഉൽപാദനം എന്ന് പറയുന്നതിലൂടെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നത്. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതിനേക്കാൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് ഇപ്പൊ മൂല്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും എങ്ങനെയാണ്? പ്രകൃതിയിൽ എപ്പോഴും ഉള്ളതിനാണ് നമ്മൾ മൂല്യം കൊടുക്കേണ്ടത്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനല്ല, വെച്ച് പിടിപ്പിക്കുന്നതിനല്ല. സ്വാഭാവികമായി ഇവിടെയുള്ള ആ ഒരു ഒഴുക്കിനെ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ, അല്ലെങ്കിൽ ഡീപിക്കോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കൂടുതലായിട്ട് ഒന്നും ഇവിടെ വെച്ച് പിടിപ്പിക്കുകയോ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ന്യായം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് എടുക്കുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മളൊരു പരിധി കൽപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എത്രത്തോളം നമുക്കിവിടെ ഇടപെടാം. നമ്മൾ കഴിഞ്ഞ ദിവസം സാങ്കേതിക വിദ്യയിലൂടെ ഉള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, അതിന്റെ അതിപ്രസരം നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ നമ്മളത് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഈ പ്രകൃതിയുടെ സൗകര്യം കൂടി നോക്കിയായിരിക്കണം, അല്ലെങ്കിൽ ഭൂമിയുടെ സൗകര്യം കൂടി നോക്കിയായിരിക്കണം. അല്ലാതെ നമ്മുടെ മാത്രം സൗകര്യം നോക്കി മറ്റൊന്നിന് മൂല്യം കൽപ്പിക്കാതെ ആയിരിക്കരുത് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ഇവിടെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എന്തിനെല്ലാം അവിടെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. പ്രകൃതിയുടെ മൂല്യത്തെ, പ്രകൃതിയുടെ നിയമങ്ങളെ പരിഗണിക്കാതെ ഉള്ള നമ്മുടെ ഏത് പ്രവൃത്തിയും തീർച്ചയായിട്ടും അന്യായം തന്നെയാണ്. അപ്പോൾ അത്തരം ഇടപെടലുകൾ കുറച്ച് എന്താണോ ഇവിടെ നമ്മളെ നിലനിർത്തുന്നത് ആ വ്യവസ്ഥയോട് അല്ലെങ്കിൽ ആ രീതിയോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മുടെ ജീവിത രീതിയാണ് നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. മനുഷ്യൻ മറ്റു ജീവികളോട് പെരുമാറുന്ന രീതിയെ ഭൂമി നീതി എന്ന് അംഗീകരിക്കുന്നു. അതിനുള്ള ഉത്തരം നമുക്ക് തന്നെ അറിയാം, അല്ലെ? ഭൂമി നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? എല്ലാത്തിനും ആദ്യമേ പറഞ്ഞു, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. ആ മൂല്യത്തെ മുൻനിർത്തി വേണം നമ്മൾ അതിനോട് ഇടപെടാൻ. അപ്പൊ നമുക്ക് അതിന് ഇവിടെ അതും കൂടി, നമ്മളെ ഏതൊരു ജീവിയും നമ്മളെ പോലെ തന്നെ ഇവിടെ തുല്യമായിട്ടുള്ള അവകാശമുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള, അവർക്ക് നിലനിൽക്കത്തക്ക തരത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥ അവകാശപ്പെടുന്ന ജീവിയാണ്. അപ്പോൾ ഒരു ജീവിയെ എടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് എന്തെല്ലാമാണ് ഇവിടെ വേണ്ടത് അത് കൃത്യമായ അളവിൽ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതല്ല ഭൂമി പറയുന്നത്. നമ്മൾ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ ഇടപെടാതിരിക്കുക. ഏതൊരു ജീവി, ഇപ്പൊ നമ്മുടെ വീടുകളിൽ എവിടെ നോക്കിയാലും ചില കാലാവസ്ഥകളിൽ ഉറുമ്പുകളെ കാണാം, മറ്റ് പല്ലി, പാറ്റ, ഇതിനെല്ലാം നമുക്ക് എവിടെ നോക്കിയാലും കാണാം. പക്ഷെ ഇവരൊന്നും അവരുടെ ഓവർ പോപ്പുലേഷൻ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അമിതമായിട്ടുള്ള ഉപഭോഗം കൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിന് ഭീഷണിയാകുന്നില്ല. അവരുടെ
അവരുടെ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ, അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ സൗകര്യം വർദ്ധിപ്പിക്കാനായിട്ട് അതും കൂടെ കൈയാളുന്ന സമയത്ത് അവർക്ക് അതിനെ കടന്ന് നമ്മളിലേക്ക് എത്തേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് വനനശീകരണം സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. മറ്റ് ജീവികൾ കാട് കടന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത്, നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരിക്കലും ഇത് മനുഷ്യരുടെ നാട്ടില് അല്ലെങ്കിൽ മനുഷ്യരെ നമ്മൾ ഉപദ്രവിച്ചത് കൊണ്ട് മനുഷ്യരെ നിലനിൽക്കാൻ അനുവദിക്കരുത് എന്ന് കരുതിയല്ല അവരവിടെ വരുന്നത്. അവർക്ക് അവിടെ ഭക്ഷണമോ അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയോ മറ്റെന്തെങ്കിലും അരക്ഷിതമായി അനുഭവപ്പെടുന്നുണ്ടാകും. അതുകൊണ്ടാണ് അവര് നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു പരിധിയിലേക്ക് വരുന്നത്. അതല്ലാതെ ഒരു ജീവിയും അവരുടെ ആ ആവാസ വ്യവസ്ഥയുടെ പരിധി കടന്ന് പുറത്തേക്ക് വരുന്നില്ല, വരേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. കാരണം അത്തരത്തിലാണ് ഇവിടെ പ്രകൃതി ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ ക്രമത്തെ ഭേദിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും മനുഷ്യരുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് പറയാനുള്ളത്, എത്രത്തോളം നമ്മൾ അവയെ പരിഗണിച്ചുകൊണ്ട് അവയുടെ മൂല്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നുവോ ജീവിക്കുന്നുവോ അത്രത്തോളം ഇവിടെ മനുഷ്യരുടെ ഭാവിയും സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ ആവശ്യത്തിലേറെ ഉണ്ടാക്കുന്നു, അത് മുഴുവൻ നമുക്ക് ആവശ്യത്തിലേറെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കില്ല. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ബാക്കിയെല്ലാം വേസ്റ്റ് ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നു, അത് ഉപയോഗിക്കുന്നു, അത് വലിച്ചെറിയുന്നു എന്നുള്ളതാണ്. മുൻകാലങ്ങളിലൊക്കെ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് കാലം ഈടുണ്ടാകുമായിരുന്നു. ഇപ്പോഴും നമുക്ക് നമ്മുടെ വളരെ ചെറുപ്പകാലത്തുള്ള പല ഉപകരണങ്ങളും അല്ലെങ്കിൽ പല സാധനങ്ങളും ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്ത് വാങ്ങിക്കുന്ന പല ഉപകരണങ്ങളും അല്ലെങ്കിൽ പല നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പല വസ്തുക്കൾക്കും അധികകാലം നിലനിൽപ്പില്ല എന്നുള്ളതാണ്. കാരണം അത് ഉണ്ടാക്കുന്നത് തന്നെ ഉപയോഗിച്ച് വലിച്ചെറിയുക എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ്. ആ വലിച്ചെറിയുക എന്ന് പറയുന്ന മനോഭാവം ഇവിടെ ഭൂമിയിൽ കൂടുതൽ പാഴ് വസ്തുക്കൾ നിറയാൻ കാരണമാകും. പിന്നീട് ഭൂമിക്ക് തന്നെ അതിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പുനരുപയോഗത്തിനായിട്ട് സാധിക്കാതെ വരും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ കിടന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അല്ലെ? എന്നതുപോലെ നമ്മുടെ ജീവിതകാലത്തിന് ശേഷവും ഈ അവശിഷ്ടങ്ങളുടെ മുകളിൽ, ഈ വേസ്റ്റിന്റെ മുകളിലാണ് വരുന്ന തലമുറ ജീവിക്കാൻ പോകുന്നത്. നമ്മുടെ മുൻ തലമുറ എന്താണോ ചെയ്തത് ആ പ്രവൃത്തികളുടെ നല്ലതും മോശമായിട്ടുള്ളതുമായിട്ടുള്ള വശങ്ങളൊക്കെ നമ്മളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനേക്കാൾ വളരെ മോശമായ രീതിയിലുള്ള ഇടപെടലാണ് നമ്മുടെ ഈ തലമുറയ്ക്ക് നമ്മൾ അവർക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ പ്രവൃത്തികളുടെ ഇടപെടൽ, നമ്മുടെ മനോഭാവത്തിലുള്ള മാറ്റം കുറച്ചുകൂടി ആദരവോടുകൂടി, കുറച്ചുകൂടി കരുണയോടുകൂടി ചുറ്റുപാടിനെ കാണാനും അതിൽ ഇടപെടാനുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിഗണന കുറച്ചുകൂടി ആഴത്തിലുള്ളതാക്കുക, കുറച്ചുകൂടി വ്യാപ്തി വർദ്ധിപ്പിക്കുക. ഞാനെന്ന് പറയുന്നത് എന്നതിൽ മാത്രം, അല്ലെങ്കിൽ ആ ഞാനെന്ന് നമ്മൾ വളരെ ചുരുക്കിയാണ് കാണുന്നത്. അതിനപ്പുറത്ത് ചുറ്റുപാടിനെ കാണേണ്ടതുണ്ട്, അതിനപ്പുറത്ത് അത് നിലനിൽക്കേണ്ടതുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി വേണം നിങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ ഈ ഭൂമിയിൽ ഇടപെടാൻ എന്നുള്ളതാണ് പറയുന്നത്. ഭൂമി നന്നേ ക്ഷീണിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കാട് കയറുകയാണെങ്കിൽ പിന്നെ ഭൂമിക്ക് തന്നെ അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരിക്കും ഭൂമിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ആവർത്തിച്ചുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുക? നമ്മളൊന്നുകിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ മൊത്തം ഒന്ന് കുടഞ്ഞ് എറിയും, അല്ലെ? അതുപോലെ തന്നെ ആയിരിക്കും ഭൂമിയും ചെയ്യുക. ഭൂമി ഒന്ന് അനങ്ങി ഇരുന്നു കഴിഞ്ഞാൽ ഭൂമിക്ക് ഒരു പക്ഷെ ഈ രീതികളെ മാറ്റി പുതിയൊരു രീതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയല്ല. ആ ഭൂമിയുടെ ഒരു ചെറിയ ചലനം പോലും നമുക്ക് താങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഭൂമിയെ ഇനിയും പരീക്ഷിക്കരുത് എന്നാണ് ഭൂമി പറയുന്നത്. ഇത്രയും ഭൂമി നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ എന്ന് എടുത്തു പറയുന്നത്, ഭൂമി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കാത്തത് കൊണ്ടാണ്. എപ്പോഴും ഭൂമി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്? നമ്മുടെ അനുഭവങ്ങളിലൂടെ. അപ്പൊ ഈ അനുഭവങ്ങളിലൂടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എന്തിലേക്കാണ് നമ്മളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ വരുന്ന സമയത്ത് ഈ രീതിയിൽ ഭൂമി നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് പറഞ്ഞിട്ട് തന്നെ മനസ്സിലാകാത്ത ഒരു അവസ്ഥയുണ്ട്. അതായത് മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പോലും, അതിനുള്ള ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പോലും മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഭൂമി പറയുന്നത് നമുക്ക് കേൾക്കണമെങ്കിൽ, നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഒന്ന് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക എന്നുള്ളതാണ്. നമ്മൾ
ഇനിയും ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതല്ല, എവിടെയാണ് നമ്മൾ നമ്മുടെ പ്രവൃത്തികളിൽ ക്രമം വരുത്തേണ്ടത്, എവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നമ്മുടെ താൽക്കാലികമായിട്ടുള്ള സുരക്ഷ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള സുഖം, താൽക്കാലികമായിട്ടുള്ള സന്തോഷം എന്നതിലാണ്. ഇതിനപ്പുറം നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു വ്യവസ്ഥ, സന്തുലിതമായിട്ട് പോകുന്ന ഒരു അവസ്ഥ, ഇതാണ് ഭൂമിയുടെ ഒരു ഭാഷ എന്ന് പറയുന്നത്. ആ സന്തുലിതാവസ്ഥ എന്ന ഭാഷയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ന, അല്ലെങ്കിൽ മനുഷ്യർ എന്ന ജീവിവർഗത്തിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ദോഷം സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നിലനിൽക്കാനായിട്ട് ഭൂമിയെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഭൂമിയെ ശ്രദ്ധിക്കുക എന്നതിനപ്പുറം ഇത് മറ്റ് ജീവികൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നതിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടും മനോഭാവവും സമീപനവും മാറി വരേണ്ടതുണ്ട്. അത്തരമൊരു മനോഭാവത്തിലൂടെ മാത്രമേ നമ്മുടെ പ്രവൃത്തികൾ ഭൂമിക്ക് അനുകൂലമാവുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള പാഠങ്ങളുമാണ് ഇവിടെ നമ്മൾ സത്സംഗങ്ങളിലൂടെ നൽകി വരുന്നത്. കൂടുതലായിട്ട് അതിലേക്ക് ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരുമിച്ച് തന്നെ ചെയ്യണം. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്ന് കരുതി ചെയ്യാതിരിക്കുകയും അരുത്. തീർച്ചയായും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ഫലം ഉണ്ടാകും. അത് നല്ല രീതിയിൽ ചെയ്ത്, നല്ല രീതിയിലുള്ള ചിന്ത, നല്ല രീതിയിൽ, അതായത് നല്ല രീതി എന്ന് പറയുന്നത് ഭൂമിയുടെ ബാലൻസ് തെറ്റിക്കാത്ത, ഭൂമിയുടെ വ്യവസ്ഥയുടെ രീതികളെ, അതിന്റെ പ്രവർത്തന രീതിയെ ബാധിക്കാത്ത തരത്തിലേക്ക് മാറ്റുക എന്നുള്ളത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഭൂമി ആവശ്യപ്പെടുന്നത്, ഭൂമി ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭൂമിയുടെ താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നിലനിൽപ്പ് സാധ്യമാകുമെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഈ ചോദ്യങ്ങളിലൂടെ സ്വയം ഒരു ആത്മപരിശോധന നടത്തി ഭൂമിക്ക് നമ്മളോട് പറയാനുള്ളത് എന്താണ്, ഭൂമി പറയുന്നുണ്ടെങ്കിൽ ഓരോ പ്രവൃത്തിയിലും ഞാനിത് ചെയ്യുന്ന സമയത്ത് ഭൂമി ഇത് എന്നോട് സംസാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക എന്നുള്ളതൊന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ആ പ്രവർത്തനങ്ങൾ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. ഇപ്പൊ ഏറ്റവും പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ കൃത്യമായിട്ടും ഈ ചോദ്യങ്ങൾക്ക് നമ്മളിൽ മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവരെയും വേണ്ടുന്ന വിധത്തിൽ നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ഭൂമി മനുഷ്യരോട് സംസാരിക്കുകയാണെങ്കിൽ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇഫ് എർത്ത് കുഡ് സ്പീക്ക് വുഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ബി എ ബ്ലെസ്സിങ് ഓർ ത്രെറ്റ്? അപ്പോൾ ആ ഇതിനൊരു നമ്മളൊരു അപ്രോച്ച് ഇതിൽ എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഭൂമി നമ്മൾ എല്ലാ ജീവജാലങ്ങളെയും ഭൂമി അതിൻ്റെ എന്തോ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മുടെ വികസനം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യരുടെ വികസനം ഭൂമിക്ക് അനുഗ്രഹമാണോ ഭീഷണിയാണോ എന്നുള്ളത്. അപ്പം മനുഷ്യൻ്റെ വികസനം എന്ന് പറഞ്ഞത്, മനുഷ്യൻ ആ വികാസത്തിൽ അവന് ഭൂമിയെ അധികമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഇത് പറഞ്ഞാൽ ഭൂമിക്കൊരു ഡിസ്കണക്റ്റഡ് എന്നുള്ള രീതിയിൽ, ഭൂമിയിലെ മറ്റുള്ളതിനെ ഒന്നും കൺസിഡർ ചെയ്യാതെ, അവിടുത്തെ ആ ഇൻ്റർ കണക്ഷൻസിനെ മനസ്സിലാക്കാതെ അതിനെ നമ്മൾ വികസനത്തിൻ്റെ പാതയിലോട്ട് കൊണ്ടുപോയി എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള രീതിയിലോട്ട് മാറി. അപ്പം വികസനം ഇതുള്ളതിന് ആ അധികമായി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ അവിടെ സംഭവിച്ചു. അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ മറ്റുള്ളവരുടെ ഇതിലോട്ട്, കാരണം മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ പവറുള്ളതെന്നുള്ള രീതിയിൽ അത് ബാക്കിയുള്ള ജീവജാലങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കാൻ തുടങ്ങി. അവിടെ ഒരു ഹിംസ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എർത്ത് കാണുന്ന ആ ഒരു രീതിയിൽ, ഭൂമിയെ നമ്മളെ കാണുന്ന ആ രീതിയിൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു പാറ്റേൺസ് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ് മനുഷ്യൻ ഇരിക്കുന്നത്. കാരണം അവിടെ ഈ റിസോഴ്സസ് ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗമായിട്ട് ഇത് കംപ്ലീറ്റ് വിന്യാസങ്ങളെ ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാ വിന്യാസങ്ങളെയും മനുഷ്യൻ ഹരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ രീതിയിൽ ഇതിനുള്ളതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് അതിനുള്ളതും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ അത് അനുഗ്രഹം അല്ല,
അത് ഭീഷണിയാണ് എന്ന് തന്നെ മനുഷ്യനെ ഭൂമി ഒരു ഭീഷണിയായിട്ട് തന്നെ കരുതും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ മനുഷ്യൻ പ്രകൃതിയെ ഉപയോഗിക്കുന്നത് എത്രമാത്രം ന്യായമാണ്, അതിനുള്ള ഒരു പരിധി ഉണ്ടാകണോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം ഉപയോഗിക്കുന്നത് ഈ രീതിയിൽ തന്നെ നോക്കുമ്പോഴത്തേക്ക് മറ്റുള്ള ജീവികളുടെ ജീവജാലങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതുകൊണ്ട് അത് ന്യായമല്ല, അന്യായമാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അതിന് പരിധി എങ്ങനെ ഉണ്ടാകുന്നത്? പരിധി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള പ്രിൻസിപ്പിൾസ് അവിടെ ഉണ്ട്. അവിടെ അതിൻ്റെ അകത്തുള്ള ഗ്രോത്ത് ലിമിറ്റ് ഉണ്ട്, ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആ എക്കോസിസ്റ്റത്തിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അത് പരിധി വിട്ടിട്ട് ഉള്ള ഡെവലപ്മെൻറ്റ് അവിടെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന പ്രോഗ്രാംസിലും എല്ലാത്തിലും ആ സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. അപ്പം ഈ ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ എന്തുമാത്രം ഹനിക്കുന്നു എന്നുള്ളതല്ല ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. മനുഷ്യനെ എങ്ങനെ സസ്റ്റൈനബിളാക്കി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ വികാസം ഹ്യൂമൻ സെൻട്രിക്കാണ്, നോട്ട് എക്കോ സെൻട്രിക്. അപ്പോൾ അതുകൊണ്ട് അത് പരിധി കൽപ്പിച്ചേ പറ്റുള്ളൂ. എക്കോ സെൻട്രിക് ആയിട്ടുള്ള ഒരു വികാസത്തിന് എല്ലാത്തിൻ്റെയും വികാസനം ഒരേ സമയത്ത് നടക്കത്തക്ക വിധത്തിലുള്ളൊരു പ്ലാൻ, ഒരു പോളിസി ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ അത് ശരിക്കുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയാനൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ മനുഷ്യൻ മറ്റുള്ള ജീവികളെ പെരുമാറുന്ന രീതിയെ ഭൂമി നീതിയെന്ന് അംഗീകരിക്കും. അത് നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് നീതി എന്ന് പറയാനൊക്കില്ല. കാരണം മറ്റ് ജീവികളെ നമ്മുടെ സബ്സർവിയൻ്റ് എന്നുള്ള രീതിയിൽ എല്ലാ ഓർഗാനിസംസും ജീവജാലങ്ങളും ഇൻക്ലൂഡിങ് പ്ലാന്റ്സ് എല്ലാം നമുക്ക് സബ്സർവിയൻ്റ് എന്നുള്ള രീതി, നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇവിടെ ഉള്ളത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ കാണുന്നതുകൊണ്ട് അത് നീതിയാകത്തില്ല, ഒരിക്കലും നീതിയാകില്ല എന്നുള്ളതാണ്. ഇതെല്ലാം സഹജീവികൾ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇൻ്റർ കണക്റ്റഡ്നെസ്സും ആ ഇൻ്റർ ഡിപ്പെൻഡൻസും മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ അത് നീതിയാകില്ല. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പെരുമാറ്റം, കാരണം എല്ലാവർക്കും കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഷെയർ ആൻഡ് കെയർ വളരെ ആവശ്യമാണ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ പെരുമാറിയെങ്കിൽ മാത്രമേ അവിടെ ആ ഭൂമിക്ക് അനുസൃതമായിട്ടുള്ളൊരു ജീവിത രീതിയായിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ അതും മൂന്നാമത്തേനും നമ്മൾ എല്ലാം ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം നീതിയായിട്ട് അതിനെ മറ്റുള്ള ജീവികളെയും നമ്മൾ സഹജീവികളായിട്ട് കൺസിഡർ ചെയ്യണമെന്നുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതമായാൽ ഇതാണ് നമ്മൾ എക്കോസെൻട്രിക് എന്നുള്ള രീതിയിൽ ജീവിക്കണം എന്ന് പറയുന്നത്. താങ്ക് യു. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.